നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി, നിന്റെ ക്ഷീണം മാറില്ലേ? നിനക്ക് ഇനി ഉറങ്ങണോ? വാ, ഞാൻ നിന്നെ താരാട്ട് പാടി ഉറക്കാം. നിനക്ക് ഏത് പാട്ടാ വേണ്ടത്? പറ. നീ പറയുന്ന പാട്ട് ഞാൻ പാടാം. ശേ, പറ നിധി. ആ, സിറ്റുവേഷന് പറ്റിയൊരു പാട്ട് അത് പാടാം. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിങ്ക സൗഖ്യമേ, ഉன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ராரிரு ராரி ராரிரு ராரி ராரிரு രാരിരോ രാരി രാരിരോ രാരി രാരിരോ. സൈക്കോ ആണെന്ന് തോന്നുന്നു. ഒടുവിൽ പറഞ്ഞ കാശ് കിട്ടാതെ വരുമോ? എങ്കിൽ ഇവനെക്കാളും വലിയ സൈക്കോ ആവും നമ്മള്. മനിതൻ ഉണർന്നു കൊള്ള, ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാനത്. നീ ഗുണ സിനിമ അനുകരിക്കണ്ട. നിനക്ക് എന്നോട് ഒരു കാതലും ഇല്ലെന്ന് എനിക്കറിയാം. എന്താ നീ പറഞ്ഞ? എനിക്ക് നിന്നോട് പ്രണയമില്ലെന്നോ? അതേടാ, നീ വന്നത് ഗൗതം സാറിനെ ലക്ഷ്യമിട്ടാ. സാറിനെ വേദനിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് നിനക്ക് ഞാൻ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ നിധി. നീ എന്റെ ജീവനാ, എന്റെ ജീവന്റെ ജീവൻ. ഇനി നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ വാ, നമുക്ക് കല്യാണം കഴിക്കാം. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, നിന്റെ കണ്ണുകള് എന്നെ കൊല്ലാതെ കൊല്ലുന്നു. എന്റെ മുമ്പിൽ എങ്ങാനും വന്നാ ഇനി ഞാൻ തുപ്പും, അല്ലെങ്കിൽ എന്നെ കൊല്ലടാ. നിന്നെ ഞാൻ കൊല്ലും, സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ കൊല്ലും. നീയൊക്കെ എന്ത് കാഴ്ച കാണാനാടാ നിൽക്കുന്നത്? പോയി ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ഗൗതം അന്വേഷിച്ച് വരും മുമ്പേ താലി കെട്ടും ഫസ്റ്റ് നൈറ്റും കഴിയണം, മനസ്സിലായടാ? യെസ് ബോസ്. താലി വാങ്ങണം, പിന്നെ പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ മാല വാങ്ങണം. ശോ, ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയല്ലോ. എടാ, കല്യാണം നടത്താൻ പൂജാരി വേണ്ടേ? എല്ലാം അറേഞ്ച് ചെയ്യാം ബോസ്. എന്നാ ഒരാളിപ്പോ ഇതെല്ലാം വേഗം അറേഞ്ച് ചെയ്യ. പോ. നിനക്ക് സന്തോഷായില്ലേ നിധി? നിന്റെ ഒരു മോഹവും നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ല. അപ്പോ നമ്മൾ എവിടെയാ നിധി പറഞ്ഞു നിർത്തിയേ? എടാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്ന്? അത് ആ തമിഴ് സിനിമയിലെ ഡയലോഗ് അല്ലേ, അതെയും താണ്ടി പുണ്യമായത്. ആ, എടാ, പുണ്യമായതല്ലടാ, പുനിതമാനത്. ലവ് ഈസ് ഡിവൈൻ. ദൈവികമായ പ്രണയമാണ് എനിക്ക് നിന്നോടുള്ളത്. ദൈവികമായ പ്രണയമുള്ളത് ഞാനും ഗൗതം സാറും തമ്മിലാ. നീ വെറും കൂലിക്ക് പ്രണയിക്കുന്നവനാ. വിദേശത്തുള്ള ഏതോ ചക്രവർത്തിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വെറും അടിമ. നീ വെറും ഇസ്പയുടെ 7ാം കൂലിയാ.